ഒറ്റപ്പെട്ടു പോയോ? പല സാഹചര്യങ്ങളിലും എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റക്കായി നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങൾ അത്രത്തോളം വിശ്വസിച്ചവർ പോലും നിങ്ങളെ കൈവിട്ടു പോയിട്ടുണ്ടാവും അല്ലേ? മരണം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞവർ പോലും ഒരു പക്ഷെ നിങ്ങൾ വിട്ടുപോയി കാണും അല്ലേ? എന്ത് ചെയ്യണമെന്ന് അറിയാതെ തല കുനിച്ച് അപമാനത്തോടു കൂടി നിൽക്കേണ്ട ഒരു സാഹചര്യം നമ്മളിൽ പലവർക്കും വന്നിട്ടുണ്ടാകും. കാരണം ജീവിതം എന്ന് പറയുന്നതും മനുഷ്യർ എന്ന് പറയുന്നതും ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾ ആരിലാണോ കൂടുതൽ വിശ്വാസം വയ്ക്കുന്നത് അവർ തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറ്റിച്ചിട്ട് പോയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ആരിലും അമിത വിശ്വാസം അർപ്പിക്കരുത് എന്ന് പറയുന്നത്. തോറ്റു പോയിക്കോട്ടെ, വീണു പോയിക്കോട്ടെ, എത്ര തവണ നീ വീണു എന്നതിലല്ല, വീണെടുത്ത് നിന്ന് ഇനി വീണ്ടും 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 ഉയർത്തെഴുന്നേൽക്കുന്നുണ്ടോ എന്നത് മാത്രം നീ നോക്കിയാൽ മതി. അതിന് നീ സാധിക്കുന്നുണ്ടെങ്കിൽ നീ വിജയിച്ചു കഴിഞ്ഞു. ചുറ്റിലും പരിഹസിക്കാൻ ആൾക്കാരുണ്ടാകും, കളിയാക്കാൻ ഒത്തിരി പേരുണ്ടാകും, നിങ്ങളെ പുച്ഛിക്കാൻ, നിങ്ങളെ കരയിപ്പിക്കാൻ, നിങ്ങളെ വേദനിപ്പിക്കാൻ നിറയെ ആൾക്കാരുണ്ടാകും. ശത്രുക്കളെ ഒരിക്കലും ഭയപ്പെടാൻ പാടില്ല എന്നതാണ് പ്രധാനം. കാരണം നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തല ഉയർത്തി തന്നെ നടക്കാനായിട്ട് ശ്രമിക്കുക. ഒരാൾക്ക് മുന്നിലും തല താഴ്ത്തേണ്ട അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടേത് മാത്രമാണ്. ഇനി ഒരിക്കലും മറ്റൊരാൾക്ക് വേണ്ടി ജീവിതം പാഴാക്കാനോ ഒരു നിമിഷം പോലും നിങ്ങൾ വേസ്റ്റ് ചെയ്യാനോ പാടുള്ളതല്ല. ജീവിക്കുക, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. കൂടെ സ്നേഹം നടിച്ച് നിങ്ങളുടെ ജീവിതത്തെ കാർന്നു തിന്നുന്ന ഒരുപാട് നെഗറ്റീവായ ആൾക്കാർ നമ്മൾക്ക് ചുറ്റിലുണ്ടാവും. അവരെ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് ആരാണ്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മനോഹരമാകും. ശത്രുക്കളെ ഭയപ്പെടാതെ മുന്നോട്ട് നീ വരുന്നുണ്ടെങ്കിൽ, വീണെടുത്ത് നീ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ, എത്ര പ്രതിസന്ധിയിലും തളരാതെ ചെറുപുഞ്ചിരിയോടുകൂടി മുന്നോട്ട് പോകാൻ നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഇനി ഒരാൾക്കും നിന്നെ തൊടാൻ സാധിക്കില്ല. കാരണം നീ വിജയിച്ച് കഴിഞ്ഞു. നിന്റെ വിജയമാണ് അവർക്ക് നീ കൊടുക്കേണ്ട തിരിച്ചടി. കാരണം നിന്നെ കളിയാക്കിയവർ, നിന്നെ പുച്ഛിച്ചവർ, നിന്നെ പരിഹസിച്ചവർ നാളെ നിന്റെ വിജയം കണ്ട് അഭിമാനിക്കുന്ന ഒരവസ്ഥ നീ ഉണ്ടാക്കി കൊടുക്കണം, നീ കാണിച്ചു കൊടുക്കണം. പ്രതികരണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ശത്രുക്കളോട് എടുക്കേണ്ട ആയുധം പ്രതികരണമല്ല, മൗനം തന്നെയാണ്. നീ എത്രമാത്രം മൗനമായിട്ടിരിക്കുന്നോ അത്രയും പെട്ടെന്ന് നീ നിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നുള്ളതാണ്. മൗനത്തോടു കൂടിയിരുന്ന്, സൈലന്റോടു കൂടിയിരുന്ന് ഒരടി, അവസാനം ഒരടി നീ അവർക്ക് കൊടുക്കണം. അത് എങ്ങനെയാണെന്നറിയോ? നിന്റെ ജീവിത വിജയത്തിലൂടെ. അങ്ങനെ ഒരടി നീ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള എല്ലാവരും താനെ നിന്നെ സ്നേഹിക്കും, താനെ നിന്നെ ബഹുമാനിക്കും. ആ ഒരു വളർച്ചയിലേക്ക് നീ എത്തിച്ച് കാണിക്കുക. ശത്രുക്കളെ ഭയന്ന് ഓടേണ്ടതില്ല, കളിയാക്കുന്നവർ ഓർത്ത് കരയേണ്ടതില്ല. മനസ്സ് സ്ട്രോങ് ആണെങ്കിൽ, നീ സ്ട്രോങ് ആണെങ്കിൽ ഒരാൾക്കും നിന്നെ തൊടാൻ സാധിക്കില്ല. സോ ഹാപ്പി ലൈഫ്, ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ആൻഡ് ടേക്ക് കെയർ. ബൈ.